Hi dear friends, our next video, non-accounting vouchers. Here I will explain all accounting vouchers. All are studied this well. Now we explain the non-accounting vouchers. What is non-accounting voucher? What is the importance? What are they? Okay, we explain more about non-accounting voucher അഥവാ ഓപ്ഷണൽ vouchers. Non-accounting vouchers are the special type voucher that are used to record provisional or non-accounting transactions. These vouchers are mainly used to exclude unnecessary entries or provisional entries from the books of accounts and make them available for reports required at any given time. Which one is the non-accounting vouchers? Future reports expenses, project expenses, forecasting expenses, some fund transfer to that purposes. Then we not collect the correct or actual transaction way. I don't know what is the actual transaction, how much amount to spend. Apart from money transfer to that purpose, but not clear it. The expense not clear. ഇൻ ദിസ് സിറ്റുവേഷൻ നമുക്ക് അക്കൗണ്ടിൽ ബുക്കുകളിൽ വരാൻ പാടില്ല, എന്നാൽ നമ്മൾ ഫണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുന്നുകൊണ്ട് ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് ക്ലാരിഫൈ ചെയ്ത് അതിലേക്ക് കറസ്പോണ്ടിങ് വൗച്ചറുകൾ വന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെമ്മോറാണ്ടം വൗച്ചറിലേക്ക് ഇൻപുട്ട് ചെയ്ത് വെക്കും. അത് നമുക്ക് സെപ്പറേറ്റ് രജിസ്റ്ററിലാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഫണ്ട് പോയത് ഒരു മെമ്മോറാണ്ടം രജിസ്റ്ററിൽ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം. അത് ആക്ച്വൽ പീരീഡായി അതിൻ്റെ എക്സ്പെൻസ് ക്ലാരിഫൈ ചെയ്താൽ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യാം. അത് നമ്മൾ ആ സമയമാകുമ്പം അതിനെ അങ്ങോട്ട് മാറ്റുന്നു. ഇതിനെയാണ് നമ്മൾ മെമ്മോറാണ്ടം വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷണൽ അഥവാ നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മെമ്മോറാണ്ടം വൗച്ചേഴ്സ്, ഓപ്ഷണൽ വൗച്ചേഴ്സ്, റിവൈസിംഗ് ജേണൽസ്, പോസ്റ്റ് ഡേറ്റഡ് വൗച്ചേഴ്സ്. ആൻഡ് യൂസിങ് ഓപ്ഷണൽ വൗച്ചേഴ്സ് ഇൻ സിനാറിയോ മാനേജ്മെൻറ്റ്. ഇവിടെ നമുക്ക് മെമ്മോറാണ്ടം വൗച്ചേഴ്സ്, ഞാൻ പറഞ്ഞു ട്രാൻസാക്ഷൻ ഫണ്ട് നമ്മൾ പെറ്റി ക്യാഷായിട്ടോ അല്ലെങ്കിൽ പ്രോജക്റ്റ് വർക്കിനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മറ്റ് പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ആയിട്ടോ ഫ്യൂച്ചർ ട്രാൻസാക്ഷനൊക്കെ ഫണ്ട് മാറ്റി വെച്ചു. ആ പേയ്മെൻറ്റ് നമ്മളൊരു മെമ്മോറാണ്ടം രജിസ്റ്റർ കീപ്പ് ചെയ്യുകയും അതിൻ്റെ പർട്ടിക്കുലർ എക്സ്പെൻസിങ് വൗച്ചറുകളോ കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് ഇൻപുട്ട് ചെയ്യാനും പറ്റും. അത് എക്സ്പെൻസാണോ സെയിലാണോ എന്തായാലും. അപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള റെക്കോർഡുകളിലേക്ക് വേണമെങ്കിൽ കോമൺ നേച്ചറായിട്ടുള്ള വൗച്ചറുകളാക്കി മാറ്റാം. അപ്പം മെമ്മോറാണ്ടം വൗച്ചർ, ഓപ്ഷണൽ വൗച്ചർ അത് മാർക്കബിളാണ്. ഏത് അക്കൗണ്ടിങ് വൗച്ചേഴ്സിനെയും നമുക്ക് ഓപ്ഷണൽ വൗച്ചറായിട്ട് പോസ്റ്റ് ചെയ്ത് വെക്കാം. അത് നമ്മൾ റെഗുലർ വൗച്ചർ ആകുമ്പോൾ മാത്രം ആ റെഗുലർ റേറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. അതൊരു മാർക്ക് ചെയ്ത് വെക്കുക. ഓപ്ഷൻ എന്നുള്ളൊരു മാർക്കാണ്. നമ്മൾ ചെയ്ത ഏത് വൗച്ചറിനെയും നമുക്ക് ഓപ്ഷനിലാക്കി മാറ്റി വെക്കാം. റിവേഴ്സ് ജേണൽ വൗച്ചർ, പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ, അതും ഡേറ്റ് ബേസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, പോസ്റ്റ് ഡേറ്റും കറണ്ട് ഡേറ്റും ആക്കി വെക്കാൻ, അതും മാർക്ക് ചെയ്യാനുള്ളതാണ്. ഏത് വൗച്ചേഴ്സിനെയും നമുക്ക് പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ ആക്കി വെക്കാം, കറണ്ട് ഡേറ്റ് വൗച്ചറും ആക്കാം. അവിടെ അല്ലാതെ റിവേഴ്സിംഗ് ജേണൽ വൗച്ചറുണ്ട്. അത് നമുക്കൊരു പർട്ടിക്കുലർ പീരീഡിലേക്ക് മാത്രം സെറ്റ് ചെയ്ത് വെക്കാം. എക്സ്പെൻസീവ് ഡ്യൂ ആയി ബട്ട് നോട്ട് പെയ്ഡ് ആണ്. ആ ഡ്യൂ ഡേറ്റിൽ വരെ നമുക്ക് പേ ചെയ്യാഞ്ഞുകൊണ്ട് അക്കൗണ്ട് ബുക്കുകളിൽ വരണ്ട, എന്നാൽ P&L വരികയും വേണം. അതായത് ഒരു പർട്ടിക്കുലർ ക്ലോസിംഗ് പീരീഡിൽ നമുക്ക് ചില സാലറികളോ റെൻറ്റുകളോ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യാതുണ്ടാവാം. അത് പേയ്മെൻറ്റ് ചെയ്തില്ല, പക്ഷേ ആ എക്സ്പെൻസ് P&L വരികയും വേണം. ആ സാഹചര്യത്തിൽ നമുക്ക് റിവേഴ്സ് ആക്കി വെക്കാം. പിന്നെ ഡിപ്രീസിയേഷൻ ചാർജ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതൊക്കെ ആ കറസ്പോണ്ടിങ് ഡേറ്റിൽ ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് കൺവേർട്ട് ആവുകയും ചെയ്യും. അതാണ് റിവേഴ്സ് ജേണൽ. അതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് എൻട്രി സഹിതം ഓരോ വീഡിയോ ആയിട്ട് ഓരോ ടോപ്പിക്ക് നമുക്ക് വീഡിയോ ഇടാം. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്നാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷണൽ വൗച്ചറും നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഏതൊക്കെയാണ്, എന്താണ്, മെമ്മോറാണ്ടം വൗച്ചർ കൊടുത്താലും റിവേഴ്സ് ജേണൽ വൗച്ചർ കൊടുത്താലും സെപ്പറേറ്റ് രജിസ്റ്ററുകളിലേക്ക് അത് കീപ്പ് ചെയ്ത് വെക്കും.
അത് നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് F11 അക്കൗണ്ടിങ് ഫീച്ചേഴ്സിനകത്ത് പോയി നമ്മൾ എന്ത് ചെയ്യണം? F11 കൊടുത്ത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സിനകത്ത് പോയി റിവേഴ്സ് അഥവാ ഓപ്ഷൻ ജേണൽ വൗച്ചർ വേണോ എന്നുള്ളത് കൊടുത്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? യെസ് കൊടുത്താലേ നമുക്ക് കീ ബട്ടൺ ഏരിയയിൽ അത് കിട്ടുകയുള്ളൂ. കീ ബട്ടൺ ഏരിയയിൽ ഓപ്ഷണൽ വൗച്ചേഴ്സ് കിട്ടും. കിട്ടിക്കഴിയുമ്പോൾ നമുക്കതിന് ഇൻപുട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിന് സെപ്പറേറ്റ് രജിസ്റ്ററുകളാണ്. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ മെനുവിനകത്ത് എക്സെപ്ഷൻ റിപ്പോർട്ടുണ്ട്. അതിനകത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മെമ്മോറാണ്ടം വൗച്ചേഴ്സ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും തിയറി മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ദിവസം നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കല് ഇടാം. അങ്ങനെയാണ് നോൺ അക്കൗണ്ടിങ് വൗച്ചറുകൾ സെറ്റ് ചെയ്യുന്നത്. F11 ഫീച്ചേഴ്സിൽ പോയി റിവേഴ്സ് ജേണൽ എൻട്രി വേണം, യെസ് ഓർ നോ, യെസ് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന വൗച്ചറുകൾ കീ ബട്ടൺ വൗച്ചിങ് സ്ക്രീനിൻ്റെ കീ ബട്ടൺ ഏരിയയിൽ കിട്ടുകയുള്ളൂ. കൺട്രോൾ F10 നമുക്ക് റിവേഴ്സ് ജേണലും മെമ്മോറാണ്ടം ജേണലും ഇൻപുട്ട് ചെയ്യാനുള്ള ബട്ടൺസ്. F9 കൺട്രോൾ F9 വരെ നമ്മൾ പഠിച്ചു. ഇനി F10 എന്ന ബട്ടനാണ് അടുത്തത് പഠിക്കുന്ന വൗച്ചർ. അതാണ് മെമ്മോറാണ്ടം വൗച്ചറും റിവേഴ്സ് ജേണൽ വൗച്ചറും. മറ്റേത് മാർക്കബിൾ ആണ്, പോസ്റ്റ് ഡേറ്റഡും ഓപ്ഷണൽ വൗച്ചർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കീകൾ പറഞ്ഞു, ഞാൻ നേരത്തെ പല വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ബട്ടൺ കൊടുത്ത് നമുക്ക് പോസ്റ്റ് ഡേറ്റഡ് വൗച്ചറായിട്ടും ഓപ്ഷണൽ വൗച്ചറായിട്ടും മാറ്റി വെക്കാം. അത് എല്ലാ വൗച്ചറിനെയും നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഇത് രണ്ടും സെപ്പറേറ്റ് തരം എൻട്രി ചെയ്യാനുള്ളതാണ് മെമ്മോറാണ്ടം വൗച്ചറും പിന്നെ റിവേഴ്സ് ജേണൽ വൗച്ചറും. ഓക്കെ, ഇത്രയും തിയറി ബേസായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ഇൻപുട്ടിങ് സിസ്റ്റം എൻ്റർ ചെയ്യാം. ഓക്കെ, ബൈ. എല്ലാ വീഡിയോകളും വാച്ച് ചെയ്യാം. നല്ലതുപോലെ ടാലി മനസ്സിലാക്കുക. എല്ലാ വീഡിയോയും ആദ്യം മുതലേ ഓർഡറിൽ കണ്ടുവന്നാൽ മാത്രമേ ഓർഡറിൽ ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കണ്ട് ആ പാർട്ട് മാത്രമേ മനസ്സിലാവൂ. ഓരോ പാർട്ടായിട്ടാണ് ഇട്ട് പോകുന്നത്, കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ബൈ, താങ്ക് യു.